ഞാൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ന്യൂസ് വരുന്നുണ്ടല്ലോ, സിറാജ് VH എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാൾ നമ്മൾക്ക് പൈസ തരാനുള്ളൊരു ആളാണ്. അയാൾ എനിക്ക് എഗ്രിമെൻറ്റ് തന്നിട്ട് 2022 എഗ്രിമെൻറ്റ് തന്നിട്ട് ഇതുവരെ പൈസ തന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേസ് കൊടുത്തിരുന്നു. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തത്. അവിടെ അവർ അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഹാജരാകുന്നില്ല, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. ഇവരുടെ സ്വാധീനം മൂലമാണ്. നമ്മളെല്ലാം തന്നെ അവർ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഹാജരാകുകയും, നമ്മളുടെ ജീവിതം തന്നെയാണ് എനിക്കിനി ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. 3 പെൺകുട്ടികളാണ്, വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്. 2 വീട് ജപ്തിയായിപ്പോയി, ഒരു നിവൃത്തിയില്ല. എതിർഭാഗം പറയാനുള്ള വക്കീൽ അപ്പോഴേക്കും ഈ പറഞ്ഞ സിറാജിൻ്റെ ഭാഗത്തേക്ക് മാറി. ഇപ്പോൾ ആ വക്കീലാണ് സിറാജിൻ്റെ കേസ് നോക്കുന്നത്. ഞാൻ പൈസയല്ല കൊടുത്തത്, ചെമ്മീൻ ചരക്കായിട്ടാണ് കൊടുത്തത്. ഞാനതിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ 93 മുതൽ ഒറീസയിലായിരുന്നു. ഒറീസയിൽ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് 12,89 ലക്ഷം രൂപയ്ക്ക് കൊടുത്തത്. അതിനുള്ള തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അല്ല, അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ആ പൈസ കിട്ടുമ്പോൾ നമുക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞ് പുള്ളി തന്നിരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അത് കോർട്ടിൽ സബ്മിറ്റഡ് ആണ് ഓൾറെഡി. കോർട്ടിൽ നിന്ന് എടുത്ത കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 6.5 കോടി രൂപ തരാനുണ്ടായിരുന്നു. ആ പൈസയാണ് ഇയാൾ മഞ്ഞുമൽ ബോയ്സിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലാഭവിഹിതവും ആ പൈസയും എനിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ പൈസ തിരിച്ച് കിട്ടിയിട്ട് പോലും അതിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. അത് എൻ്റെ ഉള്ള തെളിവെന്ന് പറഞ്ഞാൽ ആ ടൈം ഫ്രെയിമും ആ എമൗണ്ടും 599, ആ ടൈം ഫ്രെയിം 2022 എനിക്ക് എഗ്രിമെൻറ്റ് തന്നത്. 22 ഇയാൾ പുതിയ ഫേം ക്രിയേറ്റ് ചെയ്തിട്ട് കുണ്ടന്നൂർ ഓഫീസ് വാടകയ്ക്ക് എടുത്തിട്ട് കോറൽ ഇംപെക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട് ആ പൈസ ഇതിലേക്ക് ഫിലിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആണെങ്കിൽ അയാൾ അത് തെളിയിക്കാൻ അയാൾക്കും കൂടി ബാധ്യതയുണ്ടല്ലോ. എൻ്റെ ആരോപണം തെറ്റാണെങ്കിൽ അത് ഇങ്ങനെയല്ല, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ വേറെ ഉണ്ട് എന്ന് പറയണമല്ലോ. എന്തെങ്കിലും വ്യക്തിപരമായ സാധനങ്ങൾ വിറ്റിട്ടോ, അല്ലെങ്കിൽ ഈ SH മറൈൻ എക്സിം എന്ന് പറയുന്ന പുള്ളി നടത്തുന്ന എക്സ്പോർട്ടിംഗ് സ്ഥാപനത്തിന് ഈ പറയുന്ന 2020 മുതൽ 2022 വരെയുള്ള കാലാവധിയിൽ 5,99 ലക്ഷം രൂപ ലാഭം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഈ പൈസ ഇയാൾക്ക് വരുന്നതുള്ളൂ. അല്ലെങ്കിൽ അത് എനിക്ക് തരാനുള്ള പൈസ തന്നെയാണല്ലോ, അയാൾ എഗ്രിമെൻറ്റ് തന്നിരിക്കുകയുമാണ്.